മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കും ഒട്ടില്ലതാനും. എല്ലാവർക്കും ഞങ്ങളുടെ ഓണാശംസകൾ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഓണം സ്പെഷ്യൽ ആയതുകൊണ്ട് മലയാളത്തിലാണ്. എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇന്നൊരു വീക്കെൻഡാണ്. ഞങ്ങളിവിടെ ഒരു മലയാളി അസോസിയേഷൻ ഓണം സെലിബ്രേഷനായിട്ട് പോകാനായിട്ട് റെഡി ആയിട്ട് ഇരിക്കുകയാണ്. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു സെലിബ്രേഷന് പോണത്. ഈ വർഷം ഒന്ന് ജോയിൻ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഇത്രയും മലയാളി കമ്മ്യൂണിറ്റി ഇവിടെ അടുത്തുണ്ടെന്ന് ഇപ്പോഴാണ് അറിയണത്. അപ്പം ഈ വർഷം അങ്ങനെ കുട്ടികൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല പ്രോഗ്രാംസിനൊന്നും. ഞങ്ങൾ നാട്ടിൽ പോയതുകൊണ്ട് കുറേ പ്രോഗ്രാമിൻ്റെ പ്രാക്ടീസൊക്കെ ആ സമയത്തായിരുന്നു. അപ്പോൾ അതിനൊന്നും പോകാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാവരും നല്ല എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. നമുക്ക് പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന്. എന്താ ആദ്യം ഡ്രസ്സ് എന്നാ ടൈറ്റ് ആയിട്ട് ഇരിക്കണല്ലേ? എൻ്റെ പ്രജകൾ അമേരിക്കയിലുണ്ടെന്ന് ഞാൻ അറിയുന്നത്. അങ്ങനെ അറിഞ്ഞപ്പോഴാണ് ഞാൻ അമേരിക്കയിലോട്ട് ഓടിപ്പോകുന്നത്. അമേരിക്കയിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ അഡ്രസ്സ് കണ്ടുപിടിക്കുകയാണ്. അഡ്രസ്സ് കണ്ടുപിടിക്കാൻ വിഷമിച്ചിരിക്കുമ്പോഴാണ് കടവിന്റെ ഭാരവാഹികൾ വരുന്നത്. അവർ പറഞ്ഞ അവരിങ്ങനെ ഒരു കൂട്ടം ഉണ്ടാവുന്നുണ്ട്. അവർക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരെയും കാണാം. അപ്പൊ സ്മാർട്ട് ഫോൺ ഒന്നും ഇല്ലാത്ത വാങ്ങൽ രക്ഷപ്പെട്ടില്ലേ? നിങ്ങൾക്കൊക്കെ ഇവിടെ സുഖമാണോ? എന്തെങ്കിലും വിഷമങ്ങളൊക്കെ ഉണ്ടോ? സുഖമായിരിക്കട്ടെ എല്ലാവർക്കും. ഈ കേരളത്തിൽ നിന്ന് ഇത്രയും ദൂരം ഇവിടെ വന്നിട്ട് ഒത്തൊരുമയോടെ ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടായി സന്തോഷത്തോടെ ഓണം ആഘോഷിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷം. നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി ഓണം. വീട്ടിലിപ്പോൾ തിരിച്ചെത്തി. പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു. നല്ല രസമുണ്ടായിരുന്നു. ചെറിയ കുട്ടികളുടെയും സീനിയർ സിറ്റിസൻസിൻ്റെയും ടീനേജേഴ്സിൻ്റെയും എല്ലാ ഏജ് ഗ്രൂപ്പ്സിൻ്റെയും പ്രോഗ്രാമൊക്കെ നല്ല അടിച്ചു പൊളിച്ച് അവരെല്ലാവരും. അങ്ങനെ സദ്യ കൊണ്ട് ഞങ്ങളിപ്പോൾ തിരിച്ചെത്തി. കുട്ടികൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ പോവാണ്, കുറച്ച് ഉറങ്ങാൻ പോവാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇനി കണ്ടിന്യൂ ചെയ്യും. തിരുവോണത്തിൻ്റെ ദിവസം നമുക്ക് കാണാം. അപ്പോൾ ഓണത്തിൻ്റെ തലേ ദിവസം രാത്രിയാണിപ്പം. കുട്ടികളൊക്കെ ഉറങ്ങി. എന്നിട്ട് ഞങ്ങളൊന്ന് ഇതൊക്കെ ഒന്ന് ഓണത്തിൻ്റെ പ്രിപ്പറേഷൻ ഒന്ന് കുറച്ച് തീർക്കാമെന്ന് വിചാരിക്കുകയാണ്. അതുകൊണ്ട് വെജിറ്റബിൾസൊക്കെ തന്നെ കട്ട് ചെയ്ത് വെക്കുകയാണ്. ഇന്ന് തന്നെ നാളെ രാവിലെയാണോ? നാളത്തേക്ക് എളുപ്പമാവാൻ വേണ്ടിയിട്ട്. അപ്പം എന്താ കട്ട് ചെയ്യാം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. പണ്ടത്തെ നമ്മളൊക്കെ ചെറുതാകുമ്പോഴത്തെ ആ സമയത്തെ ഓണം എങ്ങനെയായിരുന്നു? ഞാൻ ചെറുതാകുമ്പോൾ എന്നും പൂ പറിക്കാൻ പോകും, തുമ്പപ്പൂ. അപ്പോൾ ഞങ്ങളുടെ ഈ വീട്ടിൻ്റെ 10 ദിവസം തുമ്പപ്പൂ പറിക്കാൻ പോകും. കുറേ തുമ്പപ്പൂ ഉണ്ടാവും. ഞങ്ങളെല്ലാ കിഡ്സും കൂടി പോയിട്ട് പറിക്കും. എന്നിട്ട് അത് വെച്ചിട്ടാണ് കൂടുക. ഇതെന്താ ഈ കത്തിക്ക് ഒരു ഇതില്ലാതെ? അത് വെച്ചിട്ടാണ് കൂടുക. പൂവും ഇലയും ഒക്കെ വെച്ചിട്ടല്ലേ? ഇലയൊന്നും വെക്കാറില്ല, പൂ മാത്രം. ഇല വെക്കാറില്ലേ? പച്ച കളറിന് എന്ത് ചെയ്യണേ? പച്ച കളർ ചിലപ്പോൾ ഇല വയ്ക്കുക. ഒരു പ്രത്യേക ടൈപ്പ് ഇലയുണ്ട്. ചെറിയ ഇങ്ങനെ ഇങ്ങനെ എടുക്കുമ്പോഴേക്കും ഫുൾ ഇലകള്, ചെറിയ ചെറിയ ഇലകള് മുഴുവൻ പറഞ്ഞത് അങ്ങനത്തെ അല്ല, വേറെ ടൈപ്പ്. അതിൻ്റെ പേരും അറിയില്ല. അപ്പം എൻ്റെ ചെറുതാകുമ്പോഴത്തെ ഓണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നാട്ടിലാവുമ്പോൾ, കേരളത്തിലാവുമ്പോൾ ഓണം വെക്കേഷനൊക്കെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ കോട്ടയത്തേക്ക് പോകും. എൻ്റെ ഇല്ലത്തേക്ക്. ഇല്ലം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു തറവാടാണ്. ഒരു
ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനെ പറ്റിയിട്ട്, ഒരു ഹൗസ് ടൂറായിട്ട്. അപ്പം കുറേ പേർക്ക് കഴിഞ്ഞ ആഴ്ച, അപ്പോൾ കുറേ പേർക്കത് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു, കുറേ കമൻസ് ഒക്കെ വായിച്ചിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ നല്ല സന്തോഷമുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവും. എന്നിട്ട് അവിടെ കസിൻസ് എല്ലാവരും അങ്ങോട്ട് വരും. എന്നിട്ട് ഞങ്ങൾ, അയ്യോ ഇതെന്താ ഇത്ര വിഷമമായി കത്തി, എനിക്ക് ഞാനൊരു കത്തി മാറ്റി വരട്ടെ കേട്ടോ. കട്ട് ചെയ്യണം. അപ്പോൾ വേറെ കത്തി കിട്ടി. എന്നിട്ട് ഞങ്ങൾ അവിടെ പോയിട്ട് കസിൻസൊക്കെ വരും. എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടെ അമ്പലത്തിൻ്റെ മുമ്പിൽ ആണ് പൂക്കളിടുന്നത്. കുറച്ച് നല്ലോണം ചെറുതായിക്കോളൂ. എന്നിട്ട് എല്ലാ അമ്മമാരൊക്കെ ഭയങ്കര ബിസിയാണല്ലോ അടുക്കളയിൽ, അവരൊന്നും കാണാറൊന്നുമില്ല. സദ്യ ഉണ്ണാൻ പോകുമ്പോഴാണ് എല്ലാവരും കാണുന്നത്. ഇപ്പോഴല്ലേ അറിയണം അതിന് എത്ര ജോലി ഉണ്ടെന്ന് പിന്നിൽ അല്ലേ? അതല്ല, നമ്മളിപ്പോൾ ഒരു സദ്യക്കൊക്കെ പോകുമ്പോൾ നമ്മൾ എത്ര എളുപ്പത്തിൽ ആ സദ്യ എത്ര നന്നായിട്ടുള്ള, ആ കറി എത്ര നന്നായിട്ടുള്ള എന്നൊക്കെ പറയണേ. അതിൻ്റെ പിന്നിലുള്ള ഹാർഡ് വർക്ക് എത്ര ഉണ്ട്. ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് ഞാൻ കട്ട് ചെയ്യണമെന്ന് തോന്നുന്നു. ഭയങ്കര ശക്തി പ്രയോഗിക്കേണ്ടി വരുന്നുണ്ട്. നിന്നിട്ടാ എളുപ്പം അല്ലേ? അവിയലിനുള്ളത് അവിയലിനുള്ളതായി. പിന്നെ ബീൻസ് തോരണ്ടാക്കാൻ. പിന്നെ ഓലനുള്ളത് ഞാൻ ഇങ്ങനെ കവറിലാക്കി വെച്ചു. പയറ് അത് കഴിഞ്ഞു. പയറ് വെള്ളത്തിലിട്ടു. പിന്നെന്താ ഉള്ളത്? പൈനാപ്പിള്. പിന്നെ സാമ്പാറിനുള്ളത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കാം. ഏറ്റവും ഇഷ്ടമുള്ള ഇതെന്താ? കറി എന്താ? അവിയൽ. അവിയൽ എന്നും ഉണ്ടാക്കണല്ലേ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കണല്ലേ? അല്ലാതെ സദ്യക്ക് മാത്രം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതെന്ന് അറിയാം സദ്യക്ക്. സദ്യ എന്നാൽ ഞങ്ങള് ഓണത്തിന് സദ്യക്ക് അത് എല്ലാ സ്ഥലത്തും ഉണ്ടാവില്ല. പഴം വറുത്ത് അവിടെ ഒരു മുത്തശ്ശി ഉണ്ടാക്കാറുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഒരു ഇലയിൽ 2 എണ്ണമൊക്കെ കിട്ടുള്ളൂ പഴം വറുത്ത്. അപ്പം അത് അതിൻ്റെ ഒരു സ്വാദ് കുറച്ചിങ്ങനെ ലിമിറ്റഡ് ആയിട്ട് കിട്ടുമ്പോൾ ഉണ്ടല്ലോ, അതിനൊരു പ്രത്യേക സ്വാദല്ലേ. പിന്നെ കിട്ടില്ല, ഈ 2 എണ്ണം ഉള്ളൂ എല്ലാവർക്കും. ഹാഫായോ? കുറച്ചും കൂടെ ആയിക്കോട്ടെ. അതിങ്ങനെ അതിൻ്റെ ഉള്ളിലത്തെ വെള്ളമൊക്കെ പോകുമ്പോൾ ചെറുതായി. പിന്നെന്താ പണിയുള്ള? പൂവിൻ്റെ പൂവൊക്കെ അഞ്ജലി ആദ്യം കൂടെ ചെയ്യും. അവർക്ക് സ്കൂളുണ്ട്. അപ്പോൾ സ്കൂൾ കഴിഞ്ഞിട്ട് വന്നിട്ട് മതിയോ? കൊള്ളാലോ. കോമ്പസിന് വരാ. കൊള്ളാം. നല്ല രസമുണ്ട്. അങ്ങനെ തിരുവോണത്തിന് ദിവസമായി. കുറേ പണികൾ ബാക്കിയുണ്ട് ചെയ്യാൻ. അപ്പോൾ ഞാൻ സെറ്റൊന്നും എടുത്തില്ല. ഇങ്ങനെ ഒരു കുർത്തയും പൈജാമയാണ് ഇട്ടിരിക്കണേ. അത് ഞാൻ റിലയൻസ് ട്രെൻഡ്സിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇപ്രാവശ്യം പൂനെയിൽ പോയപ്പം. അപ്പോൾ എന്തായാലും നമുക്ക് കുറേ റെസിപ്പീസൊക്കെ ഉണ്ടാക്കാണ്ട്. എല്ലാ റെസിപ്പീസും അങ്ങനെ ഷെയർ ചെയ്യില്ല എന്ന് വെച്ചാൽ ഞാൻ മുമ്പേ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഓണത്തിനും വിഷുവിൻ്റെ വീഡിയോസിനൊക്കെ ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്നൊരു സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ പൈനാപ്പിൾ പച്ചരിയാണ്. നമുക്ക് വേഗം എല്ലാം റെഡിയാക്കാം.
ഓക്കെ, പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാൻ പോവാണ്. ഇവിടെ ഒരു ഹാഫ് പൈനാപ്പിൾ ഉണ്ട് അരിഞ്ഞിരിക്കുന്നത്. പിന്നെ ഇത് ഉപ്പും മുളകും മഞ്ഞളും പിന്നെ കുറച്ച് ശർക്കരയും കൂടിയത്, കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അത് കുക്ക് ചെയ്യാൻ വയ്ക്കാം. ഇനി ഈ മിക്സി ജാറിൽ കുറച്ച് ജീരകവും മുളകും കുറച്ച് തേങ്ങയും കുറച്ച് കട്ടിയുള്ള തൈരും കൂടെ അരയ്ക്കാൻ പോവാണ്. അപ്പോൾ പൈനാപ്പിളിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഊർന്നു വരുന്നുണ്ട്. അപ്പം അധികം വെള്ളം ഒഴിക്കണ്ട. ഒന്ന് കുറച്ച് കുക്കായി കഴിഞ്ഞാൽ നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഇത് ആഡ് ചെയ്തു. ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് കുറച്ച് കട്ടിയായിട്ടുള്ള തൈര് അതിലേക്ക് ഒഴിക്കുകയാണ്. എല്ലാവരും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കറി ഏതാണെന്ന് വെച്ചാൽ കമൻറ്റിൽ എഴുതി അറിയിക്കൂ. എല്ലാം ഓൾമോസ്റ്റ് റെഡിയായി. അവസാനം പായസം ഉണ്ടാക്കുകയാണ്. സേമിയ പായസമാണ് ഉണ്ടാക്കണേ. എന്നിട്ട് ഫ്രണ്ട്സിനൊക്കെ കുറച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു, അടുത്തുള്ള നെയ്ബേഴ്സിനൊക്കെ. മഹാബലിയാണ് ഇത് കേരളത്തിൻ്റെ കിങ്ങാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വേണ്ടി കൊടുക്കും. ഓക്കെ, ഇത് എപ്പോഴും ലോ എൻ്റെ പ്രേ ചെയ്യും. ഓക്കെ, എന്നിട്ട് ഒരു പ്രാവശ്യം ഗോഡ് ഒക്കെ ജലസ്. ഓക്കെ, ഗോഡൊക്കെ. അപ്പോൾ ലോഡ് വിഷ്ണുവിനോട് പറഞ്ഞു എന്നെ ഹെൽപ്പ് ചെയ്യണം. എൻ്റെ ലോഡ് വിഷ്ണുവിനോട് വേണമായിട്ട് മാറി. ഓക്കെ, എന്നിട്ട് വേണമല്ല വാമനൻ, വാമനമായിട്ട് മാറി. വാമനൻ, വാമനനായിട്ട് മാറി. ഓക്കെ, എനിക്ക് 3 foot of land ആണ്. വാമനനെ കാണാൻ എങ്ങനെയായിരുന്നു? ഒരാള് സാധാരണത്തെ ഒരാളായിട്ടാ പോയത് അല്ലേ? എന്നിട്ട് 3 foot of land വേണം. ഓക്കെ, എൻ്റെ കിങ് പറഞ്ഞു ഓക്കെ. അതുകൊണ്ട് അപ്പോൾ തന്നെ ആ വേണം വാമനൻ ഭയങ്കര ബിഗാണ്. ഓക്കെ, അതായത് ഒരു ഫുട്ട് ഫുൾ സ്കൈ ഫില്ലപ്പ് ചെയ്തു, ഒരു ഫുട്ട് ഫുൾ വേൾഡ് ഫില്ലപ്പ് ചെയ്തു. അതുകൊണ്ട് ആ വാനനും ചോദിച്ചു എവിടെ ലാസ്റ്റ് ഫുഡ് വെക്കുന്നത്. ആരോട് ചോദിച്ചേ? ആ കിങ്ങിനോട്. എന്നിട്ട് ആ കിങ് പറഞ്ഞു എൻ്റെ ഹെഡിൻ്റെ മുകളിൽ. അത് കഴിഞ്ഞിട്ട് ആ കിങ് സിങ്ക് ചെയ്ത് ആ എർത്തിൻ്റെ വീട്ടിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് ആ കിങ് പറഞ്ഞു എവറി ഇയർ ഓണമാവുമ്പോൾ കേരളത്തിലേക്കുള്ള ആൾക്കാരുടെ കാണും. അതാണ് ആ വരുന്ന ദിവസം അതാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണേ. എന്തായിട്ട് സെലിബ്രേറ്റ് ചെയ്യണേ? മനസ്സിലായി ഓണം എന്താന്നാ? നേട്ടനോട് താങ്ക് യു പറ, സ്റ്റോറി പറഞ്ഞേനെ. നല്ല
അഞ്ജലി? Yes. ഇതോ Curry. എന്താ ഇത്? ബീൻസ്. Curry. അവിയൽ. ഓലൻ. ഇതെന്താ? സാമ്പാർ. ഇതെന്താ? പൈനാപ്പിൾ കൂട്ടാൻ. ആ ഇതെന്താ? ആ ഇതെന്താ? അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് പ്ലീസ് ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ. ഒന്നും കൂടെ ഹാപ്പി ഓണം.